വളരെ ഇടുങ്ങിയ ഒരു ഗുഹയിൽ വെളിച്ചമോ ഭക്ഷണമോ വെള്ളമോ ഇല്ലാതെ കുടുങ്ങിപ്പോകുന്ന ഒരവസ്ഥയെന്ന് ഓർത്തു നോക്കൂ. നമുക്കത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല, അല്ലേ? എന്നാൽ 33 പേരാണ് 2000-ഓളം അടി ഭൂമിക്കടിയിൽ കുടുങ്ങിപ്പോകുന്നത്. 2010 നോർത്ത് അമേരിക്കയിലെ ചിലിയിലാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ഒരു ഖനിയിലാണ് ഈ അപകടം. ഖനി തൊഴിലാളികളായ 33 പേരാണ് ഇതിനുള്ളിലായി പോകുന്നത്. അവരടുത്ത ഷിഫ്റ്റിലേക്ക് ഉള്ള 33 പേരും ട്രക്കിൽ കയറി ഇതിനുള്ളിൽ പോകുമ്പോഴാണ് ഒരു ചെറിയ ഭൂമി കുലുക്കം വന്ന് ഇതിന്റെ പ്രധാന കവാടം അടഞ്ഞു പോകുന്നത്. പുറം ലോകം അത് അറിയുമ്പോഴേക്കും ഒരുപാട് നേരം കഴിയുന്നു. എങ്കിൽ കൂടി ഇത് ചെറിയൊരു അപകടമാണെന്ന് കരുതി അവരടുത്തുള്ള ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിനെയാണ് അറിയിക്കുന്നത്. എന്നാൽ അവരെത്തി ഇതിന്റെ കാര്യം മനസ്സിലാക്കുമ്പോഴാണ് ഈ അപകടത്തിന്റെ വ്യാപ്തി അവർ തിരിച്ചറിയുന്നത്. മാത്രമല്ല, അന്നത്തെ കാലത്ത് പല ഖനിയിലും സുരക്ഷാ സംവിധാനങ്ങൾ വളരെ പേരിന് മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇതെല്ലാം മനസ്സിലാക്കിയ ഉടനെ ചിലിയൻ ഗവൺമെന്റിനെ അറിയിക്കുകയാണ്. ചിലിയൻ ഗവൺമെന്റ് മറ്റ് രാജ്യങ്ങളുടെ സഹായം തേടി. അപ്പോഴേക്കും നാസ ഏജൻസി ഇവരുടെ സഹായത്തിന് എത്തുകയാണ്. അവരുടെ പദ്ധതി എന്ന് പറയുന്നത് വലിയ ഡ്രില്ലുകൾ കൊണ്ടുവന്ന് ഭൂമി തുരന്ന് ഇവർ കുടുങ്ങിക്കിടക്കുന്ന അടുത്ത് എത്തുക എന്നുള്ളതാണ്. എന്നാൽ ഇത് ഡ്രില്ല് ചെയ്ത് തുടങ്ങുമ്പോഴാണ് അവർക്ക് ഇതിന്റെ പ്രയാസം മനസ്സിലാവുന്നത്. പലപ്പോഴും ഡ്രില്ല് ദിശ മാറി പോവുകയും ഇവരെ കിടക്കുന്നിടത്ത് എത്താതെ പോവുകയും ചെയ്യുന്നു. ഈ സമയം ഭൂമിക്കടിയിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥയെന്ന് പറയുന്നത് വളരെ പരിതാപകരമാണ്. പുറത്തുള്ളവര് അറിഞ്ഞോ, ഇനി അറിഞ്ഞെങ്കിൽ തന്നെ ഇവരെ എങ്ങനെ രക്ഷപ്പെടുത്തും എന്നൊക്കെ ഇവർ ആശങ്കപ്പെടുന്നുണ്ട്. മാത്രമല്ല, ഒരാഴ്ചത്തേക്കുള്ള ഭക്ഷണം മാത്രമാണ് അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നത്. ഓരോ ദിവസത്തെയും ആഹാരം വളരെ പരിമിതപ്പെടുത്തിയാണ് അവർ ജീവിക്കുന്നത്. അങ്ങനെ 69 ദിവസം അവർ തള്ളി നീക്കുകയാണ്. അതിനിടയിലാണ് ഡ്രില്ലിന്റെ സൗണ്ടൊക്കെ അവരുടെ അടുത്ത് എത്തുന്നത്. അതൊക്കെ അവർക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്തയായിട്ട് അവർ മാറുന്നുണ്ട്. ഒടുവിൽ 69-ാം ദിവസം ഈ ഡ്രില്ല് അവരുടെ അടുത്തെത്തുകയും ചെറിയൊരു പേടകം അവർക്ക് അടുത്തേക്ക് എത്തി ഓരോ ആളിനെയും പുറത്തെത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ 33 പേരെയും ജീവനോടെ അവർ പുറത്തെത്തിക്കുന്നു. ജോണത്തൻ ഫ്രാങ്ക്ലിൻ എന്ന ഒരു അമേരിക്കൻ പത്രപ്രവർത്തകൻ എഴുതിയ പുസ്തകമാണിത്. അദ്ദേഹം ഈ 33 പേരുമായിട്ട് നടത്തിയ അഭിമുഖത്തിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ വെച്ചാണ് അദ്ദേഹം ഈ പുസ്തകം എഴുതിയത്. വളരെ നല്ലൊരു പുസ്തകമാണ്. നിങ്ങൾക്കും എപ്പോഴെങ്കിലും അവസരം കിട്ടുന്നെങ്കിൽ വായിച്ചു നോക്കുക.